എവിടെ പോവാ? ഞാൻ നിന്നോടാ ചോദിച്ചത്, എവിടെ പോകുവാ? അത് ഞാൻ സാറേ, അത് പിന്നെ മാഡത്തിന് പെട്ടെന്നൊരു തലകർക്ക് ഛർദിൽ, അതുകൊണ്ട് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വെച്ചു. നിനക്ക് വയ്യേ? ഐസക്, ഐസക് സാറേ, സാറ് വിളിച്ചായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്കൊരാളെ ജോലിക്കെടുക്കുമ്പോൾ അതെങ്ങനെ വേണമെന്ന് അറിയത്തില്ലേ? പിന്നെ നിന്നെയൊക്കെ എന്തിനാ ഇവിടെ നിർത്തിയേക്കുന്നത്? പൈസ തന്നിട്ട് മേലെ ഇമാതിരിയുള്ള സാധനങ്ങൾ എടുക്കുമ്പം എന്നെയും കൂടെ അറിയിക്കണം. ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകും. എനിക്കൊരു തെറ്റ് പറ്റിയത്, അയാളെ ഒന്നും ചെയ്യില്ല പ്ലീസ്. ഒരു തെറ്റ് ഞാൻ നിസ്സാരമായിട്ട് കാണത്തില്ല. ഇനി നിനക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല. പിന്നെ നിനക്ക് മേലെന്നല്ലേ പറഞ്ഞേ? ബാ പ്ലീസ്, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. എനിക്കങ്ങോട്ട് പോകണ്ട. നിനക്ക് പോകണ്ടഞ്ഞിട്ടാണ് അവൻ്റെ കൂടെ നിന്ന് നീ ഇത്രയും കാണിച്ചു കൂട്ടിയത്. വന്ന് വണ്ടി കയറ്. ഞാനൊക്കെ ഇട്ടുന്നെങ്കിൽ അത് നല്ലതിനാവത്തില്ല. എന്തായാലും നിന്നെ ഒന്ന് വെളിയിൽ കൊണ്ടായേക്കാം. കയറ്, വണ്ടി കയറ്. എല്ലാം സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ തന്നെ പെങ്ങളോട് എന്താ ചെയ്തത്? ഞാനാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്നോട് താനിതെന്താ ചെയ്യുന്നത്? ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല. പറ്റുവെച്ച് എന്നെ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് കൊണ്ടുവിട്. എൻ്റെ ക്ഷമയെ നീ പരീക്ഷിക്കില്ല മഹിത. പോയി വണ്ടി കയറ്. ഇല്ല. These my doubts make it hurt. സ്ഥലം എത്തി, ഇറങ്ങ്. ഈ മുഖം പിടിച്ചിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇറങ്ങ മഹിതേ. എനിക്ക് സൗകര്യമില്ല. നീ അടുത്ത് എങ്ങോട്ട് എന്നെ കൊണ്ടുവന്ന് ആർക്കറിയാം? വിൽക്കാനോ വല്ലതും ആണോ? ഇപ്പം പുന്നൊരു മോളെ തോന്നിയ ദിവസം പറഞ്ഞുണ്ടല്ലോ, നീ ചെയ്ത സാധനം തന്നെ നിന്റെ ചേട്ടൻ കാണിച്ച്. അവനെ കാണിച്ചു തരാനാ. കാറായിപ്പോയി, അല്ലെങ്കിൽ നിന്റെ ഗതി ഇപ്പം. മഹിയേട്ടാ, മഹിത, അയ്യോ തല്ലല്ലേ പ്ലീസ് പ്ലീസ്. എൻ്റെ ചേട്ടനൊന്നും ചെയ്യല്ലേ. മഹി, നീ എൻ്റെ പെങ്ങളോട് എന്താ ചെയ്തതെന്ന് ഇവളോട് പറ. ഞാൻ പറഞ്ഞിട്ട് അവൾ വിശ്വസിക്കുന്നില്ല. നിന്റെ വൈന്ന് കേട്ട വിശ്വസിക്കും. മഹിതേ, അത് പിന്നെ സാറ് പറഞ്ഞത് കറക്റ്റ്. നമ്മുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ജെസ്സിമടത്തെ ഹോംവർക്ക് കൈക്കൊണ്ട് ഏൽപ്പിച്ച്. മഹി, പിന്നെ ഒരു കാര്യം കൂടെ. എനിക്ക് നിന്റെ പെങ്ങളെ അങ്ങ് വല്ലാണ്ട് ബോധിച്ച്. ഒരു ആഴ്ച കഴിയുമ്പോൾ ഞങ്ങളുടെ കെട്ടാടാ. സാറേ പ്ലീസ്, എന്നോടുള്ള ദേഷ്യം. ചേച്ചേ, എന്താ മഹീത്, നീ ചെയ്ത പോലെ ഞാൻ അവളെ ആർക്കും കൂട്ടിക്കൊടുക്കത്തില്ല. ഈ ആയുസിൽ അവൾ കിടക്ക പങ്കിടുവാങ്കിൽ അതെൻ്റെ കൂടെ മതിയടാ. ചേട്ടൻ്റെ പോലുള്ള ആരുടെ കൂടെ ജീവിക്കുന്നതിനും ഭേദം ഞാൻ മരിക്കുന്നതാ. അതെന്നടി നീ അങ്ങനെ ഒരു വർത്താനം. ഇനി ഞാൻ നല്ലതാണെന്ന് തെളിയിച്ചിട്ട് കെട്ടിയാൽ മതിയോ? എൻ്റെ കഴിവിൽ നിനക്കത്ര വിശ്വാസം ഇല്ലാത്ത പോലെ. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നമുക്കൊരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം മതി നമ്മുടെ കല്യാണം. അങ്ങനെ സംഭവിച്ച ഈ മഹിതനെ പിന്നെ കാണില്ല. ഞാൻ നോക്കട്ടെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പറ്റുമെന്ന്. ഇവനെ ഞാൻ കൊത്തി അരിയാണെങ്കിൽ. സാറേ, ജോൺ സാറിൻ്റെ ഒരു കോൾ ഉണ്ടായിരുന്നു. സാറിനോട് വേഗം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ജെസ്സി മേഡം വന്നിട്ടുണ്ടെന്ന്. മോളെ, മെഡിസിൻ കഴിച്ചല്ലോ അല്ലേ? മോള് കിടന്നു. മമ്മി രാവിലെ വിളിക്കാൻ വരാം. ഒറ്റയ്ക്ക് കിടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? എൻ്റെ പൊന്നു ജീനെ, നീ എൻ്റെ കൊച്ചിനെ ഒന്ന് ശ്വാസം വിടാൻ അനുവദിക്കുക. നീ പറയുന്നിടത്തൊന്നും അവളെ രോഗിയാന്ന്. ആ, ഞാൻ പറയണത് വിചാരിച്ച കാര്യം അപ്പം പറഞ്ഞത്. ഹാ, എത്തിയോ? മമ്മിയുടെ സ്നേഹപ്രകടനം കാരണം എൻ്റെ മുഖത്തൊരു ക്ഷീണം ഉണ്ടല്ലോടി. അയ്യേട്ടാ, നിന്റെ കുശുമിന് യാതൊരു കുറവില്ലല്ലോടെ ഇച്ചായ. എവിടെയായിരുന്നു നീ ഇതുവരെ? ഞാൻ എത്ര നേരമായി വന്നിട്ട്. ഓ, ഞാൻ പറയാനിരുന്ന എനിക്ക് അവിടെ ജീവിക്കാൻ മേലെന്ന്. എന്തായാലും നന്നായി.
അയ്യാടാ കുശുമ്പ് തോന്നാൻ പറ്റിയൊരു കാര്യമേ. എന്തായാലും ഞാൻ പോവാ. നീ റെസ്റ്റ് എടുക്കുക കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. ഇതെന്തുവാടാ, കാര്യമായിട്ടുള്ള പണിയിലാന്ന് തോന്നുന്നല്ലോ. എന്നാതാ? അതൊന്നുമില്ല. ആ CCTVയിലെ ഫുട്ടേജ് എൻ്റെ ഫോണിലേക്ക് അയക്കാനാണ്. എൻ്റെ റൂമിലാണ്. അതിൻ്റെ ആക്സസ് എൻ്റെ ഫോണിലേക്ക് മാറ്റിയതാ. ഇനി അത് സെക്യൂരിറ്റികൾ കാണണ്ട. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്നതായി. ഞാനൊരാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവനാ. ആളോ ഓർഫണാണ്. ഇത് കരുതി വിശ്വസിക്കാം. ഓക്കെ, ആ ടെൻഷനങ്ങ് മാറിക്കെട്ടി. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരുത്തനില്ലേ, അവൻ വല്ലതും പറഞ്ഞോ? എവിടുന്ന് കാറാൻ പോലും അവൻ വാ തുറക്കുന്നില്ല. ഓഹോ, എങ്കിൽ പിന്നെ നാളെ ഞാൻ വന്നങ്ങ് ചോദിക്കാം. വാ തുറക്കോ ഇല്ലയോ എന്ന് അറിയാലോ. ഇനി എന്താണേലും നാളെ രാവിലെ മതിയോ? ഒന്നാമത് ടയേർഡാ. പിന്നെ ഈ ചായ വേറൊരു കാര്യം, അടുത്ത ദിവസമാണെങ്കിൽ എനിക്ക് മഹിതയുടെ ഫുൾ ഡീറ്റെയിൽസ് വേണം. ഫാമിലി, സ്റ്റഡീസ്, എവിടെയായിരുന്നു, അങ്ങനെ കുറേ എല്ലാം. ഒന്നും വിട്ടുപോരുത്, എല്ലാം വേണം എനിക്ക്. അമ്മേ, എനിക്ക് അമ്മയോടാണെങ്കിൽ കുറച്ച് സംസാരിക്കണമായിരുന്നു. അമ്മ, സത്യത്തിൽ എൻ്റെ ഏട്ടനെ ഇങ്ങനെ ചെയ്യുന്നേ ഞാൻ കരുതിയത് കൂടിയില്ല. എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അമ്മ, ഞങ്ങളോട് ക്ഷമിക്കണം. ജീനെ, എല്ലാവർക്കും കഴിക്കാൻ എടുത്തേ. മോളെന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, എനിക്ക് വിശക്കുന്നില്ലായിരുന്നു. അത് പറയാൻ വേണ്ടി വന്നതാ. അത് ശരി, വിശക്കുന്നില്ലെങ്കിലും കുറച്ച് കഴിച്ചോ, അല്ലെങ്കിൽ ഏട്ടൻ പട്ടിണിക്കാൻ വേണ്ടി വരും. അബി, പോയി ജെസ്സിമോളെ കഴിക്കാൻ വിളിക്കേ. ജെസ്സി ചേച്ചിയുടെ പുതിയ ബോഡി ഗാർഡ് വന്നിട്ടുണ്ട്. ചേച്ചിയുടെ എല്ലാ കാര്യം ഞാൻ ചേട്ടൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാഡത്തിൻ്റെ പുതിയ ബോഡി ഗാർഡാ. മനസ്സിലായി. അടുത്ത പ്രാവശ്യം റൂമിലേക്ക് വരുമ്പോൾ നോക്ക് ചെയ്തിട്ട് കയറി വെക്കട്ടോ. ഓക്കെ, എന്തെങ്കിലും കഴിക്കാൻ വാ, താഴെ എല്ലാവരും വിളിക്കുന്നുണ്ട്. നീ ഇത് എന്തൊക്കെ കാണിക്കുന്നത്? ഇവിടെയുള്ള സാധനങ്ങൾ നശിപ്പിച്ചെന്ന് വെച്ചിട്ട് നമുക്ക് പ്ലാൻ പൊളിഞ്ഞത് ശരിയാക്കാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും ആലോചിക്കണം. വേറെ എന്താ ഞാൻ ആലോചിക്കേണ്ടത്? നീ പറ. നിന്റെ കുഞ്ഞ് അവരുടെ കൂടെ ഉണ്ടെന്ന് കരുതിയില്ലേ നീ ഇതെല്ലാം ചെയ്യുന്ന? ആദ്യം അത് നേരെയാണോന്ന് ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. അത് നീ അവിടെ കൊണ്ട് ഒരുത്തനെ നിർത്തിയിട്ടില്ലേ? അവനോട് ചോദിക്കുക അവളെങ്ങനെയുണ്ടെന്ന് അവിടെ. അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. 2 ദിവസമായി അവനെ ട്രൈ ചെയ്യുന്നു. അവനെ കിട്ടുന്നില്ല. എന്നാ സംഭവിച്ചെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. ഞാനാണെങ്കിൽ ഇന്നലെ കിട്ടിയ ഡേറ്റ മൊത്തം അനലൈസ് ചെയ്തിട്ടാണ്. ഈ 2 പോർഷനിൽ മാത്രം ചെറിയ ലോസ് കാണുന്നുണ്ട്. അതിന് ചെറുതായിട്ട് കാണണ്ട. അത് കൂടാതെ നമ്മളത് വേണം നോക്കാൻ. എന്തായാലും ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കേട്ടോ. ഓക്കെ സാർ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ ഗായ്സ്, അന്നേരം ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ചെല്ലേ, ലഞ്ച് ബ്രേക്ക് ആയിട്ടില്ലേ? നീ വന്നോ? നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ ഇവിടെ ഇരുന്നിരുന്നത്. ഞാൻ നീ പറഞ്ഞ കാര്യമൊക്കെ അന്വേഷിച്ചു. മഹിതയുടെ അമ്മയാണെങ്കിൽ ഒരു പേരുകെട്ട കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു. മഹിതയുടെ അച്ഛനാണെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ മനുഷ്യന്. അന്നേരം അവർ തമ്മിൽ ഇഷ്ടത്തിലായിട്ട് കുടുംബത്തിൽ നിന്ന് മഹിതയുടെ അമ്മ അവരുടെ അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതാണ്. അവർ പിന്നെ പടിയടിച്ച് പിണ്ടം വെച്ച്. പിന്നെ അവർക്ക് 3 മക്കളാണ്, 2 ആണും 1 പെണ്ണും. ആദ്യത്തെ ആളെ പറ്റി അധികം വിവരമോ റെക്കോർഡ്സോ ഒന്നും കിട്ടിയില്ല. പിന്നെ മഹിയാണ് പൊതുവെ വീടൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ മൂത്താള് എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വല്ലതും അറിയാവോ? ഞാനതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് പെർഫെക്റ്റ് ക്ലീൻ, ഒരു അറിവും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് അയാൾ മഹിതേനെ കാണാൻ വന്നിരുന്നു. പിന്നെ അവരുടെ അമ്മ മരിച്ച 2-3 ദിവസം മുമ്പാണ് ലാസ്റ്റായിട്ട് കാണാൻ വന്നിരുന്നത്. പിന്നെ ഇതൊക്കെ അറിഞ്ഞോ അതോ ഇവിടെയാണ് എന്നൊക്കെ അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കാം. നീ എന്താ പെട്ടെന്ന് ഇവളുടെ ജീവചരിത്രം എന്നോട് ചോദിച്ചത്? അതിൻ്റെ കാര്യം പറ. പിന്നെ എൻ്റെ ഭാര്യയാവാൻ പോകുന്നവളുടെ വിവരങ്ങൾ ഞാൻ അറിയണ്ടേ? പിന്നെ ഈ ഫയലിനകത്ത് കുറേ പേപ്പേഴ്സ് ഉണ്ട്, അതിൽ ഞാൻ സൈൻ ഇട്ടിട്ടുണ്ട്. നീ ആണെങ്കിൽ അവളുടെ ചേട്ടന് അത്യാവശ്യം ഒരു ബ്ലഡോ എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഗാർഡിയൻ്റെ സൈൻ എന്ന രീതിയിൽ നീ വാങ്ങിക്കണം. എൻ്റെ ഭാര്യയായ വിവരം അവളിപ്പോൾ അറിയണ്ട, നിങ്ങളും പറയണ്ട. എടാ, ഇത് ഞാൻ എന്നെ നേരത്തെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ല. ഒരു പെൺകൊച്ചിൻ്റെ ജീവിതമാണ്. അവൾക്ക് നിന്നെ ഇഷ്ടമില്ലല്ലോ, പിന്നെ എന്താ? സത്യം പറ, നീ ഇതിനു മുമ്പ് മഹിതേനെ കണ്ടിട്ടുണ്ടോ? അപ്പം കണ്ടുപിടിച്ചല്ലോ. ഉണ്ട്.
പിന്നെ ഇളയപ്പനോട് എൻ്റെ റൂമിലേക്ക് വരാൻ പറ, എങ്ങനെ വന്നെങ്കിൽ കുറച്ച് പണി കൊടുക്കാനുണ്ട്. കൊള്ളാം, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചേച്ചിക്ക് എന്നെ അറിയാൻ ചാൻസ് കുറവാണ്. നേരത്തെ ഇവിടെ ബോഡി ഗാർഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മഹിയുടെ അനിയത്തിയാണ് ഞാൻ. ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം, ഞാൻ മടുത്തു ഇവിടുത്തെ താമസം. അയ്യേ, കുട്ടി എന്തിനാ കരയുന്നത്? ഞാൻ അറിഞ്ഞായിരുന്നു. എനിക്ക് ഇച്ചായനെ കാണാനൊരവസരം കിട്ടിയില്ല. ഞാൻ കുട്ടിയുടെ കാര്യം ഇച്ചായനോട് സംസാരിക്കാൻ. എൻ്റെ ഏട്ടൻ അങ്ങനെ ആരും ദ്രോഹിക്കാറില്ല, പിന്നെ നിവർത്തിയേട് കൊണ്ട് പ്ലീസ്. ഞാൻ നിന്നെ ജെസ്സിനെ വിളിക്കാൻ പറഞ്ഞു വിട്ടിട്ട് നീ ഇവിടെ നിൽക്കുവാണോ? മാനവ്, ദേ അവളെ വിളിച്ചിട്ട് വാ. ഇല്ല മാഡം, ഞാനിവിടെ വന്നപ്പോൾ ഈ കുട്ടികൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് ഓർത്തു. എന്തായാലും മാഡം റെഡി ആയിട്ട് വാ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം താഴെ. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഏട്ടനും വയ്യെന്ന് കേട്ട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് പറയാവോ? നിൻ്റെ ചേട്ടന് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ഡോക്ടറിനെ തന്നെ കൊണ്ട് കാണിച്ചേക്കുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ചേച്ചി ഞങ്ങളോട് ക്ഷമിച്ചെങ്കിൽ എന്നെ എൻ്റെ ഏട്ടനെ വിട്ടയക്കുമോ? ക്ഷമിച്ചെന്ന് ജെസ്സി പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിൽ നിൻ്റെ ഏട്ടനെ വിട്ടയക്കും, നിന്നെ വിട്ടയക്കുന്നില്ല. രാവണനപ്പൻ സീതേനെ കട്ടിട്ടോന്നല്ലേ എന്നെയും കട്ടിട്ടോന്നേക്കോ? അതെ, മഹിതയുടെ ജീവിതത്തിലെ രാവണൻ തന്നെയാണ്. പക്ഷെ യഥാർത്ഥ രാവണനാണെങ്കിൽ സീതനെ തൊട്ടിട്ടില്ല. അത് നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കേട്ടോ. തൊടാതെ എങ്ങനെയടി നീ എൻ്റെ ഒരു കൊച്ചിനെ പിറമ്പോന്ന്? അതിന് വെച്ച വെള്ളം തനങ്ങ് വാങ്ങി വെച്ച് മതി വൃത്തികെട്ടാൻ. പിന്നെ പുതിയ ബോഡി ഗാർഡ് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. കാണാൻ ലുക്ക. ആ, ലുക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവന്മാർ വന്ന് വിളിക്കുമ്പോഴേ ഓടിപ്പോന്ന് നിൽക്കണ്ട. പിന്നെ രാവിലെ എഴുന്നേറ്റ് കാറ് കഴുകിയിട്ടോണം. നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എടിയേ, ഇന്ന് നമ്മുടെ മറ്റേ പെൺകൊച്ചിനെ കണ്ടില്ലല്ലോ. അല്ലെങ്കിൽ ഈ സമയമാകുമ്പം അടുക്കളയിൽ വരേണ്ടതാണല്ലോ. എവിടെ പോയി? എൻ്റെ മമ്മി അതാ മുറ്റത്ത് നിന്ന് കാറ് കഴുകുന്നുണ്ട്. ഇച്ചായും കൊടുത്ത പണിഷ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. അവനിപ്പോൾ പോകാൻ ഇറങ്ങുമല്ലോ. എന്തൊക്കെ കാണണോ എന്തോ. ഇന്നത്തെ ഈ മീറ്റിംഗ് അത്ര എനിക്ക് ഇമ്പോർട്ടൻ്റ്, ഒരു വിഷയം വരുത്തരുത് കേട്ടോ ടോണി. ഓക്കെ സാറേ, എങ്കിൽ പിന്നെ ഞാൻ കാർ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, ഇന്നൊക്കെ വേഗം എൻ്റെ കാർ എടുത്തുകൊണ്ട് പോവാം. മാതാവേ, ഇതെന്താ ഈ കൊച്ചിൻ്റെ പണി കളയുമോ? ഡി, അത്യാവശ്യമായിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് ഈ തോന്നിയ ദിവസം കാണിച്ചു വെക്കുന്നത്. എന്ത് തോന്നിയ ദിവസം? താനല്ലേ എന്നോട് കാറ് കഴുകിയിടാൻ പറഞ്ഞത്? These my dance make it hurt. ടോണി, അവരെ വിളിച്ച് ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ട് നാളത്തേക്ക് ഷെഡ്യൂൾ മാറ്റിവെക്കുക. ഇച്ചായനൊന്നും അവിടെ നിന്നേ. ഇതിൽ നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ? ഞാൻ ഇന്നത്തെ താഴെ കണ്ടത്.
എൻ്റെ ജീന, ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ മോൻ്റെ മനസ്സിൽ എന്തുവാ പ്ലാൻ നിന്നു. ഇനി എന്നതാണെങ്കിലും അതൊരു പ്രായപൂർത്തിയായ പെൺകൊച്ച. ആ ഒരു റൂമിലുള്ള കിടത്തൊന്നും ഇനി വേണ്ട. മമ്മി അപ്പനോട് ചൂടായിട്ട് ഒരു കാര്യമില്ല. അവരെ ഇനി 2 റൂമിലാക്കുന്ന നടക്കുന്ന കാര്യമല്ല മമ്മി. അതെന്നതാണ് നടക്കാത്തത്? കെട്ടിയോളൊന്നും അല്ലല്ലോ, പിന്നെ എന്നതാ? അത് തന്നെയാ പ്രശ്നം. അവൻ കെട്ടിക്കഴിഞ്ഞ് ആ കൊച്ചിനെ അറിയത്തില്ലെന്നേ ഉള്ളൂ. നിങ്ങളിത് എന്തു വെച്ച് ഈ പറയുന്നത്? ആ കൊച്ചറിയാണ്ടാണോ കൊച്ചിൻ്റെ താഴത്ത് മിന്നി കിട്ടുന്നത്? എല്ലാം നിന്റെ പൊന്നാര മോനോട് ചോദിക്കുക കേട്ടോ. മഹിതേ, ഒന്നവിടെ നിന്നേ. വലിയേട്ടാ, ഞാൻ എന്താ മഹിത ഇന്ന് രാവിലെ കണ്ടത്? നിനക്ക് ഇവിടുത്തെ സാറുമായിട്ട് എന്താ പ്രശ്നം? പിന്നെ ഞാൻ നിന്നെ അവനെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് വന്നത്. ഇതിപ്പോൾ എൻ്റെ കൈവിട്ട് പോയല്ലോ കാര്യങ്ങൾ. മഹി, നമ്മളറിയാത്ത എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് മഹിതേ. നീ ഇങ്ങനെ തലകുഴിച്ച് നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ല. ഞാൻ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള പണം മൊത്തവും ഞാൻ അടച്ചത്. ഞാൻ അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. പിന്നെ എന്തിനാ അവൻ വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ജസ്റ്റിമേടത്തെ അവിടെ എത്തിച്ചു കൊടുത്ത്? എന്തൊക്കെയാ വലിയേട്ടൻ ഈ പറയുന്നത്? അതേ മഹിത, നമ്മളറിയാണ്ട് ഈ ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഞാനെല്ലാം പുറത്തു കൊണ്ടുവരും. അതുവരെ നിന്നെ നീ വേണം സംരക്ഷിക്കാൻ.